ഈ മഹത്തായ വേദിയെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്കേറെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. മഹാനായ ഗുരു എന്ന തലക്കെട്ടിൽ ഒരു നബിദിനത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയുന്ന വേളയിൽ 1500 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചത്തോട് കരുണാപൂർവം സംവദിച്ച ഒരു വ്യക്തിത്വത്തെ സംവേദന ചെയ്യുന്ന നിമിഷങ്ങൾ കൂടിയാണല്ലോ. ഗുരു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം one who vanished the darkness from the world and mind എന്നാണ്. ഹൃദയത്തിൽ നിന്നും ചുറ്റുവട്ടങ്ങളിൽ നിന്നും ഇരുട്ടിനെ മാറ്റിക്കളയുന്നവരാണ് ഗുരുക്കന്മാർ. ലക്ഷക്കണക്കിന് ഗുരുപരമ്പരകൾ ഈ ഭൂമിയിൽ ദൈവകൽപ്പന പ്രകാരം വന്ന് സംവദിച്ചിടപെട്ട് പരിവർത്തനം നിർവഹിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കരുണാപൂർവം ലോകത്തെ സമീപിക്കുക എന്ന മഹത്തരമായൊരു ധർമ്മം ഈ ലോകത്ത് നമുക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഭാരതത്തിന്റെ ആദികാവ്യമായ രാമായണം മാനുഷാദ എന്ന് പറയുന്ന അരുതു കാട്ടാള എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അതാണ് അതിന്റെ ഉൽപ്പത്തിക്ക് നിഷ്പത്തിക്ക് കാരണമായി തീരുന്നത്. അങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ വേദനകളോട് ഹൃദയം ചേർത്ത് വെക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് മാനവികത എന്ന് പറയുന്നത്. ഈ ഭൗമലോകത്തെ മതചിന്തകളൊക്കെ കരുണയിലും സ്നേഹത്തിലും ഉദാരതയിലുമൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് 1500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ ഭൂമിയിൽ കാരുണ്യത്തിന്റെ സന്ദേശവുമായി പ്രവർത്തിച്ച മഹാനായ ഒരു ഗുരുവിനെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നത് ഏറെ സന്തോഷകരമാണ്. ഏറെക്കാലം ജീവിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മളൊക്കെ ഇന്ന് ആയുസിന്റെ ദൈർഘ്യം നോക്കി ജീവിക്കുന്നവരാണ്. ഒരു 63 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ധാരാളം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാനും പരമകാരുണ്യവാനായ സൃഷ്ടിതാവിനെ പറ്റി ലോകത്തോട് സംവേദിക്കുവാനും ഒരു വ്യക്തിത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. കരുണയ്ക്കല്ലാതെ മറ്റെന്തിനാണ് മനുഷ്യജീവിതത്തിൽ സ്ഥാനമുള്ളത്? യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചതും, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈസാ നബി, യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചതും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ അനുഭവമാണ്. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം ഏറെ ലോകത്തെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പക്ഷെ കൈൻഡ്നെസ്സിനെ പറ്റി പറയുമ്പോൾ വളരെ ഗൗരവതരമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? Kindness is the language which the deaf can hear and the blind can see. ചെവി കേൾക്കാത്തവന് കേൾക്കാൻ പറ്റുന്ന ഭാഷയുടെ പേരാണ് കരുണ. കണ്ണു കാണാത്തവന്റെ വെളിച്ചമാണ് കരുണ. നോക്കിക്കേ, എത്ര സുന്ദരമായ വ്യാഖ്യാനമാണ് മാർക്ക് ട്വെയിൻ കൊടുക്കുന്നത്. The kindness is the sound of blind person. ചെവി കേൾക്കാത്തവന്റെ ശബ്ദമാണ് കരുണ. കണ്ണു കാണാത്തവന്റെ കാഴ്ചയാണ് കരുണ. ഒരു കാലത്തെ കരുണ കൊണ്ട് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഉദാത്തമായ തലമാണ്. പ്രത്യേകിച്ച് ആർക്കാണ് കരുണ കാണിക്കാൻ പറ്റുന്നത്? ഞാൻ പറയും, മനുഷ്യവേദനകളിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ കരുണ കാണിക്കാൻ പറ്റൂ. താൻ ഈ ലോകത്ത് പിറക്കും മുമ്പ് സ്വന്തം ഉപ്പയെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, പിച്ച വെക്കും മുമ്പ് 6 വയസ്സാകുമ്പോഴത്തേക്ക് അമ്മയെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ,
ഈ അനാഥത്വത്തിന്റെ തികഞ്ഞ നടുവിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യരുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ കഷ്ടതകളും സഹനങ്ങളും മനുഷ്യന്റെ വേദനകളെ പഠിപ്പിക്കാനുള്ള പരിശീലനമാണ്. നമ്മുടെ വിചാരം കഷ്ടതകളും സഹനങ്ങളും ഒക്കെ നമ്മൾ എരിഞ്ഞു പോകാൻ അല്ല, അതൊരു പരിശീലനമാണ്. അത് എന്തിനുള്ള പരിശീലനമാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ വേദനകളെയും പ്രയാസങ്ങളെയും തിരിച്ചറിയാനുള്ള പരിശീലനമാണ്. അതുകൊണ്ടാണ് ഈ ശമരിയക്കാരന്റെ ഗുഡ് സമരിറ്റൻ പാരബിൾ എന്ന് പറയുന്ന ഒന്നൊന്ന് ബൈബിളിലുണ്ട്. അവിടെ മതപ്രമാണികളായ രണ്ടുപേര്, ഒരു പുരോഹിതനും ഒരു ലേവ്യനും ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. ആ സമയത്ത് അവർ കാണുന്നുണ്ട് ഒരു വഴിയരികിൽ ഒരുത്തൻ പരിക്കേറ്റ് കിടക്കുന്നു. ഈ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ ശക്തമായ ഒരു കാലമാണ്. അപ്പോ അശുദ്ധി സംഭവിച്ചാൽ ആരാധനയ്ക്ക് കുഴപ്പമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആ പുരോഹിതനും ലേവ്യനും ഒക്കെ വളരെ സുന്ദരമായിട്ട് നടന്ന് അങ്ങ് പള്ളിയിൽ പോയി. ക്രിസ്തു പറയുകയാണ്, പിന്നാലെ വരുന്നുണ്ട് ഒരു ശമരിയക്കാരൻ. അത് പുതിയ കാലത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയും അധകൃതനായ ഒരു മനുഷ്യൻ. ജാതി വ്യവസ്ഥ നിലവിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ പിന്നാമ്പുറത്ത് പോയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുക. കുതിരപ്പുറത്ത് നിന്നിറങ്ങി വഴിയരികിൽ വീണ് കിടക്കുന്നവനെ എടുത്ത് മുറിവിൽ എണ്ണ വെച്ചു കെട്ടി അവന് വേണ്ട ശുശ്രൂഷ നൽകി സത്രത്തിലാക്കിയിട്ട് പറയുന്നുണ്ട്, അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുത്തോണം, തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവനെ ചേർത്തുകൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് നല്ലവൻ? ഓർക്കുക, 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രമല്ല, 7 നേരം ക്രിസ്ത്യാനിയായ ഞാൻ നമസ്കരിച്ചത് കൊണ്ടും കാര്യമില്ല. കരുണയില്ലാത്തവന്റെ ആരാധന സൃഷ്ടിതാവ് ദൈവം പടച്ചവൻ സ്വീകരിക്കില്ല. അപ്പോ ഒരു മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഹൈന്ദവനായാലും ക്രിസ്ത്യാനിയായാലും ഭൗമലോകത്ത് ഈ ലോകത്തെ അഭിമുഖീകരിക്കേണ്ട ഭാഷ കാരുണ്യത്തിന്റെ ഭാഷയാകണമെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമാണ്. ഈ സ്നേഹത്തിന്റെയും കരുണയുടെയും ഭാഷയല്ലാതെ എന്താണ് മനുഷ്യന് മനസ്സിലാവുക? സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ്. വളരെ സുന്ദരമായ ഭാഷയും മലയാള സാഹിത്യത്തിന് ഒത്തിരി സംഭാവന നൽകിയ മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ കൽക്കട്ടയിൽ ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ വള്ളുവ നാട്ടുകാരിയായ അമ്മയെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം കൽക്കട്ടയ്ക്ക് പോവുക. അമ്മയെന്ന് പറഞ്ഞ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ ട്രെയിനിലാണ് യാത്ര. ട്രെയിൻ കുറച്ചേറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ ഇവര് ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് ആളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു. ഒരു ബംഗാളിയായ അമ്മയും ഒരു പൊടിക്കുഞ്ഞും വന്നിരുന്നു. ഈ വള്ളുവ നാട്ടുകാരിയായ മലയാളിയായ പ്രായമുള്ള ഈ അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ. രാധാകൃഷ്ണൻ ഇത്തിരി ദൂരെ മാറിയിരിക്കുകയാണ്. അപ്പോ ഇവരിയ്ക്കുന്ന ക്യാബിനിൽ ഈ ബംഗാളി സ്ത്രീയും ഈ മലയാളിയായ പ്രായമുള്ള അമ്മയും മാത്രമേ. ഇത്തിരി കഴിഞ്ഞപ്പോ അവിടെ നടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബംഗാളിയായ അമ്മ ബംഗാളിയിലും മലയാളിയായ അമ്മ മലയാളത്തിലും ചറുപോലെ സംസാരിക്കാൻ തുടങ്ങി. കർക്കടകത്തിലെ തോരാമഴ പോലെയാണ് അവരുടെ വർത്തമാനം. ഇത് കണ്ടിട്ട് രാധാകൃഷ്ണന് വല്ലാത്ത ചിരി. എന്തും മനസ്സിലാകാനായി ഈ അമ്മയ്ക്ക്. ഒരു 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോ ബംഗാളിയായ അമ്മ അവരുടെ കൊച്ചുകുട്ടിയെ കൊണ്ട് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി. അപ്പോ രാധാകൃഷ്ണൻ അമ്മയെ വിളിച്ച് അടുത്തിരുത്തി ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് വല്ലതും മനസ്സിലാകും? അറിവിന്റെ സാഗരം നീന്തിയിട്ടുള്ള രാധാകൃഷ്ണന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ അമ്മ ചോദിക്കുന്ന ഒരു വർത്തമാനുണ്ട്, നിനക്ക് എന്തറിയാണ്? അതവളുടെ കുഞ്ഞാണ്. ഒത്തിരി കാലം കൊണ്ട് അതിന് പല ചികിത്സ നടത്തിയിട്ട് അതിന് സുഖമാകുന്നില്ല. അത് നടക്കാത്ത കുട്ടിയാണ്. അതിനെ ചികിത്സിക്കാൻ വേണ്ടി അവളെ വൈദ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. രാധാകൃഷ്ണൻ കണ്ണു മെഴിച്ചിരുന്നു. എന്നിട്ട് ആ
ആർട്ടിക്കിളിന്റെ അടിയിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു കുറിപ്പുണ്ട്. അമ്മമാരുടെ ഭാഷ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയാണ്. മലയാളി ആയാലും ബംഗാളി ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഹൈന്ദവനായാലും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയാണ്. അതുകൊണ്ട് തന്നെ കരുണ എന്ന് പറയുന്ന ഒരു പദം ആ കാലഘട്ടത്തെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം. ഖുറൈശികൾ വിഗ്രഹാരാധനയുടെ തലത്തിൽ പോകും. മദ്യപാനവും വെറിക്കൂത്തും വല്ലാതെ വഷളായ ഒരു സമൂഹം. ഈ സമൂഹത്തിന്റെ നടുവിൽ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു പിടിക്കണമെങ്കിൽ മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ കാർക്കശ്യവും ശാഠ്യവുമല്ല വേണ്ടത്, കരുണ തന്നെയാണ്. കരുണ കൊണ്ടുവേണം മനുഷ്യനെ തിരികെ വിളിക്കാൻ. കാരണം ദൈവത്തിന്റെ പരമമായ കാരുണ്യമാണ് ഈ ലോകത്തെ ഓരോ സൃഷ്ടി. ഓരോ മനുഷ്യനും എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കരുണ കാണിക്കാത്ത കാലത്തോളം നീ ഒരു വിശ്വാസിയല്ല. കരുണ കാണിക്കാത്ത കാലത്തോളം നീ ഒരു വിശ്വാസിയല്ല. അപ്പൊ ഓർത്തു നോക്കിക്കേ, കാരുണ്യം ചോർന്നു പോയ മനുഷ്യന് എന്തു വിലയാണ് ഈ ലോകത്തുള്ളത്? അത് പടച്ചോന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും. അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഇടത്തിന് പറയുന്ന പേര് ഭ്രാന്താലയ. അത് പറഞ്ഞതാരെന്ന് ചോദിച്ച മറ്റാരുമല്ല, ഭാരതത്തിന്റെ അതിശക്തനായ സന്യാസി സ്വാമി വിവേകാനന്ദ. കൊടുങ്ങല്ലൂരെ ആരാധനാലയത്തിന്റെ പുറത്ത് അദ്ദേഹം ഇരിക്കുമ്പോ ഐത്തത്തിന്റെയും ഉച്ചാടനത്തിന്റെയും പേരിൽ അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ കയറുവാൻ അനുമതി കൊടുത്തില്ല. അവസാനം അവിടെ ഇറങ്ങി വന്ന ഒരാൾ ചോദിക്കുന്നു, നീ ഏത് ജാതിയാണ്? അദ്ദേഹം പറയുന്നു, കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ, ഞാൻ മനുഷ്യജാതി. മനുഷ്യനെ മനസ്സിലാക്കാത്ത ഇടത്തെ നോക്കിക്കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഇത് ഭ്രാന്താലയമാണ്. ശരിക്കും ഊഷരമായി പോയ ഒരു കാലഘട്ടത്തിൽ ഗോത്രവർഗ സംസ്കാരത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ഒരു തലത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ കാരുണ്യം കൊണ്ട് അവരെ തിരിച്ചു പിടിക്കാനുള്ള വലിയ യത്നമാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകമായി ഓർക്കണം. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പ്രത്യേക പ്രസ്താവ്യമാണ്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന അനുചരന്മാരൊത്തൊരു മലയടി വാര്യത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് പാചകം ചെയ്യാനുള്ള എല്ലാം ഉണ്ട്, പക്ഷെ വിറകില്ല. വിറക് ശേഖരിക്കണം. നബി പറയുകയാണ്, നമുക്ക് പോയി വിറക് ശേഖരിക്കാം, നീ പോയി ശേഖരിക്കാനല്ല പറയുക. ഇന്ന് പലപ്പോഴും ബോസുമാരുടെ കാലമാണ്, നേതാക്കന്മാരുടെ കാലം. അധികാരത്തിന്റെ കസേരയിൽ അമർന്നിരിക്കുമ്പോ നീ ചെയ്യടാ എന്ന് പറയുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്താ ഈ അധികാരം എന്ന് പറഞ്ഞാലോ? ധിക്കാരമില്ലാത്തവനാരോ അവനാണ് അധികാരി എന്ന് പറയുന്നത്. ധിക്കാരം, അതിന്റെ മുമ്പിൽ ആ ശബ്ദം ചേരുമ്പോ അധികാരം. ധിക്കാരമില്ലാത്തവനാരോ അവനാണ് അധികാരി. പക്ഷെ ഇന്നത്തെ അധികാരികളെ നോക്കിക്കേ, അധികാരം കിട്ടിയാൽ ആദ്യം കാണിക്കുന്ന എന്താണെന്നറിയോ? ധിക്കാരം. ഒരു മനുഷ്യൻ ലീഡറാകുന്ന എവിടാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒപ്പമുള്ളവരെ കൂടെ കൂട്ടുമ്പോഴാണ്. കൂടെ കൂട്ടിയെന്ന് മാത്രമല്ല, ഈ വിറകൊക്കെ ശേഖരിച്ച് ഒരുമിച്ച് കൊണ്ട് വന്നു കഴിയുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ ഗുരുക്കന്മാരൊക്കെ പ്രകൃതിയിൽ നിന്ന് പാഠം പകർത്തു കൊടുത്തവരും പകർന്നു കൊടുത്തവരും. വിത്ത് വിതയ്ക്കുന്ന പാഠത്തെ നോക്കിക്കൊണ്ടാണ് ക്രിസ്തു ലോകത്തെ തിരുവചനത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ താനൊപ്പമുള്ള, താൻ ഉൾപ്പെടെയുള്ള അനുചര സംഘം ശേഖരിച്ചു കൊണ്ടുവന്ന വിറക് കൂട്ടം ഒരുമിച്ച് വന്നപ്പോൾ പറയുകയാണ്,
മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഇതുപോലെ ഇരിക്കും. എത്ര മനോഹരമായ ഇമേജ് അഥവാ സങ്കല്പമാണ് അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കണ്ട ഒരാള് പാപത്തെ പറ്റി, തിന്മയെ പറ്റി ഒരിക്കലും മറന്നുപോകും. ഗുരുക്കന്മാരുടെ പ്രത്യേകത അതാണ്. ഇന്ന് വഴിവിളക്കുകളൊക്കെ കെട്ടുപോകുന്ന ഒരു കാലമാണ്. ഭാരതത്തിന്റെ ശക്തമായ പ്രാർത്ഥന തമസ്സുമ്മ ജ്യോതിർഗമയ എന്നാണ്, ഉപനിഷത് ദർശനമാണ്. അതുതന്നെയാണ് ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുക. ഓരോ ഗുരുക്കന്മാരും ഈ പന്താവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമായി മാറുന്നത് അത് തന്നെയാണ്. മാത്രമല്ല, ഈ വെളിച്ചമാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. മൂസ നബി, മോസസിനെ പറ്റി കുറിക്കുന്ന ഒരു തലമുണ്ട്. അദ്ദേഹം കൽപ്പനകൾ വാങ്ങിക്കാൻ വേണ്ടി മൗണ്ട് സൈനായിലേക്ക് കയറി പോകുന്നു. ഒരു 40 ദിവസം നോമ്പിന്റെ വ്രതത്തിന്റെ അനുഭവത്തിൽ കഴിഞ്ഞുകൂടുക. 10 കമാൻഡ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ രംഗം ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ മൗണ്ട് സൈനായിയുടെ താഴ്വരെ കൊണ്ടുവന്നിട്ട് യാത്രയ്ക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാൻ ലോകത്തിന് കഴിയുന്നില്ല. കാരണം ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖം തിളങ്ങുമെന്നാണ് പറയുന്നത്. ഗുരുക്കന്മാരുടെ വെളിച്ചം ജ്ഞാനത്തിന്റെ വെളിച്ചമാണ്. വിസ്ഡം ലോകത്തിന്റെ അല്ല. ഇറ്റ്സ് ദ നോളജ് ഫ്രം അബവ്. മുകളിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമാണ് ഗുരുക്കന്മാർക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നാണ് അവർ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് പകർന്നേറ്റുവാങ്ങുവാൻ തക്കവണ്ണം വരുന്നതിന്റെ കാരണം അതാണ്. ഒരു മനുഷ്യന്റെ സങ്കടങ്ങളോട് ഇടപെടുവാൻ കഴിയുമ്പോഴാണ് മാനവികത ശരിക്കും രൂപപ്പെട്ടു വരുന്നത്. മഹാത്മാഗാന്ധിയൊക്കെ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന വള്ളത്തോളിന്റെ കവിതയിൽ കുറിച്ചു വെക്കുമ്പോ നന്ദിദേവനെയും കൃഷ്ണനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് വരച്ചു കാട്ടുന്ന ഒരു മൂർത്തഭാവമായിട്ടാണ് വള്ളത്തോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ വരച്ചു കൂട്ടിയത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സത്യവും കരുണയും ഉണ്ടായിരുന്നു, സ്ഥൈര്യമുണ്ടായിരുന്നു. മുഹമ്മദിൻ സ്ഥൈര്യമെന്നാണ് വള്ളത്തോൾ മഹാത്മാഗാന്ധിയെ വിലയിരുത്തുന്ന കൂട്ടത്തിൽ മുഹമ്മദിന്റെ ഗുണവിശേഷമായിട്ട് എടുത്തു കാട്ടുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇമോഷണൽ ബാലൻസ് ഇല്ല എന്നുള്ളത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതൽ. അവിടെയാണ് സ്ഥൈര്യം എന്ന് പറയുന്ന വാക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ധൈര്യം. ചുറ്റുവട്ടങ്ങൾ ഇരുണ്ടതാകുമ്പോഴും പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോഴും ദൈവബലത്തിൽ സ്ഥൈര്യമുള്ളവരായി മനുഷ്യൻ മാറണം. അതാണ് അടിസ്ഥാനപരമായ ഒരു തലം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, ഇന്ന് നമ്മുടെ തലമുറകൾക്ക് ഒരു ചെറിയ പ്രശ്നത്തെ പോലും ഫേസ് ചെയ്യാനുള്ള ത്രാണിയില്ല. നമ്മുടെ കൊല്ലം ജില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടത്തുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇല്ലായ്മകളൊന്നും അല്ല. ഇന്നലകളിൽ ഇല്ലായ്മകളായിരുന്നു. നോക്കണം, ഇല്ലായ്മകളെയും പട്ടിണിയെയും വറുതിയെയും അനാഥത്വത്തെയും പ്രതിസന്ധികളെയും എങ്ങനെ നേരിടണമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതം അപകീർത്തിക്കുമ്പോൾ ഇന്ന് ധൈര്യം ചോർന്നു പോകുന്ന, പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ അടുത്ത സമയത്ത് വിശാലമായ വീട്, വാഹനം, 9ാം ക്ലാസ് പഠിക്കുക ചെക്കൻ, ലൈസൻസ് ഇല്ലെങ്കിലും 2 ബൈക്ക്, ഡിവൈസുകൾ 2 3 എല്ലാം ഉണ്ട്. പക്ഷേ ഒരു രാത്രിയിൽ അവൻ എഴുതി വെച്ചിട്ട് കയറി സൂയിസൈഡ് ചെയ്തു. എന്താ എഴുതി വെച്ചെന്നറിയോ? എനിക്ക് ജീവിതം മടുത്തു. അപ്പം ഇല്ലായ്മയല്ല ഇന്നത്തെ പ്രതിസന്ധി.
വൈകാരികത പക്വത ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥൈര്യത്തെ പറ്റി പ്രതിപാദിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ സ്ഥൈര്യം എന്ന് പറയുന്ന ഗുണഗണം എടുത്തു കാണിച്ചുകൊണ്ട് വള്ളത്തോര് എഴുതുന്നതെങ്കിൽ ഞാൻ പറയും, ആ ഗുരുവിൽ നിന്ന് നിങ്ങൾ സന്നിവേശിക്കേണ്ട പഠിക്കേണ്ട അടിസ്ഥാന ഗുണം പ്രലോഭനത്തിന്റെയും പ്രതിസന്ധികളുടെയും കാറ്റുകൾ വരുമ്പോൾ തകർന്നു പോകാനുള്ളതല്ല മനുഷ്യൻ എന്ന വലിയ പാഠം ഹൃദയപൂർവ്വം പഠിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രല്ല, ഈ സമൂഹത്തിലെ ഏറ്റവും പുറമ്പോക്കിൽ നിൽക്കുന്ന മനുഷ്യനോട് എങ്ങനെ ഇടപെടണമെന്നുള്ള ഭാഷ. മദീനയിലെ പള്ളിയിൽ തുപ്പുകാരിയുടെ മരണം അറിയാതെ പോകും. അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? പിന്നീട് ആ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥന നിർവഹിക്കുന്ന പ്രവാചകൻ ആ തലത്തോട് സംവദിക്കുകയാണ്. നിന്റെ വീട്ടിലെ, നിന്റെ പരിസരങ്ങളിലെ, നിന്റെ സമൂഹത്തിലെ ശബ്ദമില്ലാത്ത കുറെ മനുഷ്യരുണ്ടല്ലോ. ആ ശബ്ദങ്ങളെ അർഹിക്കുന്ന പരിഗണനയോടെ കാണണം. അത് അടിസ്ഥാനപരമായ ഒരു തലമാണ്. മാത്രമല്ല, ജീവിക്കുമ്പോഴും വിനയം വേണം, മരിക്കുമ്പോഴും വിനയം വേണം. സുന്ദരമായ ആശയമാണ്. ഈ വിനയത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്രൗസ് എന്ന് പറയുന്ന വാക്ക്. പ്രൗസ്, മെരുക്കപ്പെടുക എന്നുള്ളതാണ്. എന്തിനെ ഓർത്താൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്നത്? നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എന്തിനെ ഓർത്ത് അഹങ്കരിക്കും? നമ്മൾ സഞ്ചരിക്കുന്ന ബെൻസിനെ ഓർത്ത് അഹങ്കരിക്കാൻ പറ്റും. അതോ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഓർത്തും വീടോർത്തും ഭൂമിയിലെ സ്വത്തോർത്തും നമുക്ക് അഹങ്കരിക്കാൻ പറ്റൂ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ ശ്വാസം അങ്ങ് പോയാല് തിരിച്ചു കൊണ്ടുപോകുന്ന ബെൻസിലായിരിക്കും. ആ ബെൻസിലായിരിക്കും. അപ്പൊ മനുഷ്യന്റെ വില സൃഷ്ടിതാവ് അവനിൽ പകർന്നു കൊടുത്ത ശ്വാസമാണ്. ഈ ശ്വാസം വേറുന്ന മനുഷ്യൻ വിനയത്തോടല്ലാതെ എങ്ങനെയാ ഇടപെടാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ജീവിക്കേണ്ടത് വിനയത്തോടെ വേണം, മരിക്കേണ്ടതും വിനയത്തോടെ വേണം. അതൊരു പ്രത്യേകമായുള്ളൊരു നയം, വിനയം ജീവിത നയമാണ്. വിനയം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന് എന്താണ് ഈ ലോകത്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ എഴുത്തച്ഛൻ കുറിക്കുന്നത്, അഗ്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. തിളച്ചിരിക്കുന്ന ലോഹപാത്രത്തിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം വീണാൽ ആവിയായി പോകുന്നത് പോലെയുള്ള മനുഷ്യൻ. എന്നിട്ട് എന്താ ഇങ്ങനെ അഹങ്കരിക്കണത്? എന്നിട്ട് അദ്ദേഹം വേണ്ടി ചോദിക്കുക, പക്ഷീന്ദ്രനുണ്ട് ഗരുഡൻ എന്നോർത്തിട്ട് പക്ഷികളക്കൂട്ടം മതിക്കും കണക്കിനെ. ഈച്ച അഹങ്കരിക്കുക. എന്റെ ഫാമിലി പറഞ്ഞതാണ് ഗരുഡൻ എന്ന് പറഞ്ഞ് ഈച്ച അഹങ്കരിക്കുന്ന പോലെയാണ് മനുഷ്യൻ അവന്റെ അഹങ്കാരത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ലോകത്തെ സർവ്വ മനുഷ്യരും വിനയപൂർവ്വം ജീവിച്ചാൽ ഞാൻ പറയും ഈ പ്രപഞ്ചം പറുദീസയാകും. ഒന്നിനെ ഓർത്തും അഹങ്കരിക്കേണ്ട കാര്യമില്ല. ബ്രാൻഡുകളല്ല വില നിശ്ചയിക്കുന്നത്, വിനയമുള്ള ജീവിതമാണ് വില നിശ്ചയിക്കുന്നത്. അതറിയണമെങ്കിൽ വേറെ ഒന്നും വേണ്ട. മഹാത്മാഗാന്ധിയുടെ തോർത്തും അംബാനിയുടെ കോട്ടുകളും ഒന്ന് ലേലത്തിൽ വെച്ച് ഏതിനായിരിക്കും വില കിട്ടാൻ? ഏതിനായിരിക്കും വില കിട്ടാൻ പോകുന്നത്? മഹാത്മാഗാന്ധിയുടെ തോർത്തിന്. ഏത് ബ്രാൻഡ് എടുത്തു എന്നുള്ളതല്ല, ആരെടുത്തു എന്നുള്ളതാ പ്രധാനം. വിനയമുള്ള ഒരു മനുഷ്യൻ ധരിക്കുന്ന തോർത്തിനും അവരുപയോഗിക്കുന്ന വസ്തുക്കൾക്കുമൊക്കെയുള്ള വില വർദ്ധിക്കപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ വില എന്ന് പറഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ബ്രാൻഡല്ല. ആ പശ്ചാത്തലത്തിൽ വിനയമെന്ന് പറയുന്ന ഒരു ആശയത്തെ എത്ര സുന്ദരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കണം. ഈ ശരിക്കും പറഞ്ഞ മനുഷ്യത്വത്തോട് ഇടപെടാനുള്ള വലിയ ആഹ്വാനം. ഈ സൃഷ്ടികഥ തന്നെ എത്തിച്ചേരുന്ന എവിടെയാ?
ആദാമിലും ഈവിലേക്കുമല്ലേ, ആദം ആൻഡ് ഈവ്, ഹവ്വയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പടച്ചോൻ ഈ ലോകത്ത്, സൃഷ്ടിതാവ് ഈ ലോകത്ത്, ദൈവം ഈ ലോകത്ത് എത്ര ജാതികളെ സൃഷ്ടിച്ചു? നമ്മൾ പിന്നീട് പല പല തലങ്ങളിലേക്ക് മാറി 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 മനുഷ്യൻ ഭിന്നിച്ച് ചേരി തിരിഞ്ഞ് പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഈ മത്സരം ഒന്നും നമ്മളെ എങ്ങും എത്തിക്കുകയില്ല എന്നുള്ള തലം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഓർക്കേണ്ടതായ ചില തലങ്ങളിലേക്ക്, മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ജീവിക്കേണ്ടത്, ഈശ്വര പ്രീതിക്ക് വേണ്ടി, ദൈവ പ്രീതിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് സൃഷ്ടി മുഴുവനും സന്തോഷത്തോടെ കഴിയണമെന്നുള്ള വലിയ തലം നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, ഈ സ്ത്രീകൾക്കൊക്കെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്ന ഒരു തലം, ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി സ്വപ്നം കണ്ട ഗുരുവിന്റെ ദർശനം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. മറ്റു മതങ്ങളോട് അദ്ദേഹം പുലർത്തിയ ഗൗരവതരമായ ബഹുമാനം നജറാനിലെ ക്രിസ്ത്യാനികളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം പ്രാർത്ഥിക്കാൻ സമയമായി വന്നപ്പോൾ അവർക്ക് പായ വിരിച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന ഒരു തലം. എന്ന് വെച്ചാൽ അയൽക്കാരനെയും മറ്റുള്ളവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതിനല്ലേ പറയുന്നത് മാനവികത. ഞാൻ പറയും, ഈ മതഗ്രന്ഥങ്ങളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മൗലികവാദമായിട്ട് മാറി. കാഴ്ചയുള്ള മനുഷ്യർ രൂപപ്പെടുത്തിയ മഹത്തായ ദർശനത്തെ കാഴ്ച നഷ്ടപ്പെട്ടവർ വികലമാക്കി തീർത്തു. അതിനെ പൊളിച്ചെഴുതണം. അതുകൊണ്ട് ഞാൻ പറയും, ഭാരതം അതിന്റെ വേദദർശനങ്ങളിലേക്കും ക്രൈസ്തവർ അവരുടെ ദർശനങ്ങളിലേക്കും മുസ്ലിംകൾ അവരുടെ ദർശനത്തിലേക്കും കണ്ണു തുറന്ന് ശരിയായി നോക്കേണ്ട ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോ ജീവിക്കേണ്ടത്. കണ്ണടഞ്ഞു പോയ, ജ്ഞാനത്തിന്റെ കണ്ണടഞ്ഞു പോയ, വിവേകത്തിന്റെ കണ്ണടഞ്ഞു പോയ ഒരുപറ്റം മനുഷ്യരുടെ കയ്യിൽ ഇതിന്റെ വ്യാഖ്യാനം അകപ്പെട്ടു പോയപ്പോൾ സംഭവിച്ച തകർച്ചയിൽ നിന്ന് ഇതിനെ ഔന്നത്യ ഭാവങ്ങളിലേക്ക് ഉയർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പുതിയ കാലത്തെ പഠനങ്ങൾക്കും സംവാദങ്ങൾക്കും രൂപപ്പെടേണ്ടത്. അവിടെയാണ് മാനവികത സമാഗതമാകുന്നത്. അതുകൊണ്ട് ആ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്നേ, അയൽക്കാരെന്ന് പറയുമ്പോ ഇന്ന മതത്തിൽപ്പെട്ട അയൽക്കാരെന്ന് നബി പറയുന്നില്ല. നിന്റെ അയൽക്കാരനോട് ആദരവ് കാണിക്കണം, അവന് പരിഗണന കൊടുക്കണം. അല്ലാത്തവൻ വിധിനാളിൽ നീ സൃഷ്ടാവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരും. നോക്കിക്കേ, അപ്പോൾ മനുഷ്യരെ ശല്യപ്പെടുത്തുന്നത് പടച്ചവനെയാണെന്ന് പറയാന്ന് പറഞ്ഞെന്നറിയിച്ചു. മനുഷ്യരെ ശല്യപ്പെടുത്തുന്നവൻ ആരെയാണ് ശല്യപ്പെടുത്തുന്നത്? ദൈവത്തെ. ഒരു മനുഷ്യനെങ്കിലും വേദന കൊടുത്താൽ അത് കാരണം എന്തറിയോ? ദൈവത്തിന് എല്ലാവരും മക്കളാണ്. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ അലിഗറിയുണ്ട്. അതിങ്ങനെയാണ്, നിന്റെ ശരീരത്തിലെ ഒരവയവത്തിന് നൊന്നാൽ ആ വേദന മുഴുവൻ സഹിക്കുന്നത് എന്തായിരിക്കും? ആ ശരീരം മുഴുവൻ. നിന്റെ ലിവറിന് ക്യാൻസർ വന്നാൽ ബാക്കി എല്ലാ അവയവങ്ങളും സ്വസ്ഥമായിരിക്കും. ഹൃദയത്തിന് ക്യാൻസർ വന്നാൽ മറ്റവയവങ്ങളൊക്കെ സ്വസ്ഥമായിരിക്കും? ഇല്ല. ഒരവയവത്തിന് സംഭവിക്കുന്ന അപജയം പോലും മുഴുവൻ ഗാത്രത്തെയും ബാധിക്കുമെന്ന് പറയുന്നത് പോലെ പറയുകയാണ്, മനുഷ്യരെ ശല്യപ്പെടുത്തുന്നവൻ ദൈവത്തെ ശല്യപ്പെടുത്തുന്നതിന് തുല്യമാണെന്നുള്ള തലം നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നുണ്ട്, കൈൻഡ്നസ് ഈസ്
മാർക്ക് ഓഫ് ഫെയ്ത്ത്. കാരുണ്യം വിശ്വാസത്തിന്റെ അടയാളമാണ്. മുഹമ്മദ് നബിയുടെ വാക്കുകൾ. കാരുണ്യം വിശ്വാസത്തിന്റെ അടയാളമാണ്. കൈൻഡ്നസ് ഈസ് എ മാർക്ക് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അടയാളം കാരുണ്യമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ആയിരിക്കുക എന്നുള്ളതാണ് കരുണയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാരുണ്യത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയ ഒരു ധന്യമായ നിമിഷങ്ങളിൽ ഗുരുവിനെ ഓർക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഈ പ്രയാണം ഹൃദയപൂർവ്വം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. പരസ്പരമുള്ള അന്തസത്തകളെ മാനിച്ച്, പരസ്പരമുള്ള വിശ്വാസങ്ങളെ മാനിച്ച്, മനുഷ്യനെ മാനിച്ച് ആദരവോടെയും സ്നേഹത്തോടെയും കഴിയുന്ന ഒരു നല്ല സ്നേഹക്കൂട്ടായ്മയായി ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഇതൊരു പുണ്യമായി തീരുന്നത്. അങ്ങനെ ഓരോ മതവിശ്വാസിക്കും അവനവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഓർക്കുക, ഉള്ളിൽ വെളിച്ചം കെട്ടുപോയ മനുഷ്യർ എന്ന് മതദർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. അതിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഹൃദയത്തിൽ വെളിച്ചമുള്ളവരായി തീരുക എന്ന ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനത്തിന് ഭാവുകങ്ങൾ നേരുന്നു.